Hi friends, very good morning. A hearty welcome to all. Today we are going to discuss about can, could. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്യാന്, കുഡ് ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങളാണ്. ഓക്കെ, വെരി ഫസ്റ്റ്, ഐ ക്യാൻ സ്വിം വെരി ഫാസ്റ്റ്. എനിക്ക് വളരെ വേഗത്തിൽ നീന്താൻ സാധിക്കും. ഷീ ക്യാൻ സ്പീക്ക് 5 ലാംഗ്വേജസ്. അവൾക്ക് 5 ഭാഷകൾ സംസാരിക്കാൻ കഴിയും. ദേ ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം ഈസിലി. വളരെ എളുപ്പത്തിൽ അവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. വി ക്യാൻ ക്ലൈംബ് ദാറ്റ് മൗണ്ടൻ. നമുക്ക് ആ മല അല്ലെങ്കിൽ പർവ്വതം കീഴടക്കാൻ കഴിയും അല്ലെങ്കിൽ കയറാൻ സാധിക്കും. ഇവിടെ ക്യാനിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്താൽ നമുക്കൊരു സംഗതി സാധിക്കും അല്ലെങ്കിൽ കഴിയും. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയും. ഐ ക്യാൻ ഗോ ദർ. എനിക്കവിടെ പോവാൻ സാധിക്കും. അതാണ് ബേസിക് യൂസേജ് ക്യാനിൻ്റെ. ഹീ ക്യാൻ ലിഫ്റ്റ് 50 കിലോ വിതൗട്ട് ഹെൽപ്പ്. മറ്റൊരാളുടെ സഹായമില്ലാതെ 50 കിലോ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കും. ഐ കുഡ് റൺ ഫാസ്റ്റർ വെൻ ഐ വാസ് യങ്ങർ. ഞാൻ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് വളരെ വേഗത്തിൽ ഓടാൻ പറ്റുമായിരുന്നു. ഷീ കുഡ് ഡാൻസ് ബ്യൂട്ടിഫുള്ളി ഇൻ ഹെർ കോളേജ് ഡേയ്സ്. ക്യാൻ്റെ പാസ്റ്റാണ് കുഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയും എന്നാണ്. ഐ കുഡ് പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു, സാധിച്ചു. അപ്പോൾ ഷീ കുഡ് ഡാൻസ്, അവൾക്ക് ഡാൻസ് കളിക്കാൻ കഴിഞ്ഞു. ബ്യൂട്ടിഫുള്ളി, വളരെ മനോഹരമായി. ഇൻ ഹർ കോളേജ് ഡേയ്സ്, അവളുടെ കോളേജ് കാലഘട്ടത്തിൽ. മൈ ബ്രദർ ക്യാൻ കുക്ക് ഡിലീഷ്യസ് മീൽസ്. എൻ്റെ സഹോദരന് രുചികരമായ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യാൻ സാധിക്കും. ദ ബേബി ക്യാൻ ക്രോൾ നൗ. കുട്ടിക്കിപ്പം ഇങ്ങനെ എഴഞ്ഞ് നിരങ്ങി നടക്കാൻ പറ്റും. ക്രോൾ എന്ന് പറഞ്ഞാൽ എഴുന്നതിനാണ് പറയാം. ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ് ഫ്രഞ്ച് വെൻ ഹീ ലിവ്ഡ് ഇൻ പാരീസ്. അദ്ദേഹം പാരീസിൽ ജീവിച്ചിരുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് ഫ്രഞ്ച് ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കുഡ് ക്യാനാണെങ്കിൽ സാധിക്കും എന്നാണ്, കുഡ് സാധിച്ചു. ഇനി നമ്മൾ മറ്റൊരു യൂസേജ് പഠിക്കുകയാണ്. സാധാരണ ഒരു സംഗതിക്ക് അനുവാദം ചോദിക്കാൻ ക്യാനും കുഡും യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്യാൻ ഐ ബോറോ യുവർ പെൻ. ഞാൻ താങ്കളുടെ പേന ഒന്ന് എടുത്തോട്ടെ. ക്യാൻ വി ഗോ ഔട്ട്സൈഡ് നൗ. നമുക്ക് ഒന്ന് പുറത്ത് പോയാലോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുറത്ത് പോകാൻ പറ്റുമോ? ഏതാ ഒരു പെർമിഷൻ മാതിരി, നമ്മളൊന്ന് പുറത്ത് പോയാലോ. കുഡ് ഐ സ്പീക്ക് ടു ദ മാനേജർ പ്ലീസ്. എനിക്ക് മാനേജറോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? കുഡ് വി ലീവ് ഏർലി ടുഡേ. ഇന്ന് നമുക്ക് നേരത്തെ പോയാലെന്താ? ക്യാൻ ഐ ടേക്ക് എ ഡേ ഓഫ് ടുമാറോ. ഞാൻ നാളെ അവധി എടുത്തോട്ടെ. ക്യാൻ യു സ്റ്റേ ഫോർ ഡിന്നർ. ഡിന്നറിന്, രാത്രി ഭക്ഷണത്തിന് നമ്മളൊപ്പം നിൽക്കാൻ പറ്റുമോ, അല്ലെ രാത്രി ഭക്ഷണത്തിന് ഉണ്ടാവുമോ? കുഡ് ഐ ഓപ്പൺ ദ വിൻഡോ. ഞാൻ ഈ ജനാല ഒന്ന് തുറന്നോട്ടെ. ക്യാൻ ഐ ജോയിൻ ദ മീറ്റിംഗ് ലേറ്റർ. ഞാൻ മീറ്റിങ്ങിൽ പിന്നെ ജോയിൻ ചെയ്താൽ മതിയോ? കുഡ് ഐ യൂസ് യുവർ ലാപ്ടോപ്പ് ഫോർ എ വൈൽ. കുറച്ച് സമയത്തേക്ക് നിൻ്റെ ലാപ്ടോപ്പ് ഒന്ന് തരുമോ? കുഡ് ഐ യൂസ് യുവർ ലാപ്ടോപ്പ് ഫോർ എ വൈൽ. ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തേക്ക്. ക്യാൻ ദ വിസിറ്റ് അസ് ദിസ് വീക്കെൻഡ്. അവർക്ക് ഈ ആഴ്ച നമ്മളെ സന്ദർശിക്കാൻ സാധിക്കുമോ? ഏതൊരു സെൻറ്റൻസും ഒരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എടുത്തിട്ട് ഫസ്റ്റിലിട്ടാൽ മതി എന്നൊരു ബേസിക് റൂളല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന റൂളുണ്ട്.
അപ്പോൾ ദേ ക്യാൻ വിസിറ്റ് അസ് ദിസ് വീക്കെൻഡ്, അവർക്ക് ഈ ആഴ്ച നമ്മളെ സന്ദർശിക്കാൻ കഴിയും. നേരെ ക്യാൻ എടുത്ത് ഫസ്റ്റ് ഇട്ട ക്യാൻ ദേ വിസിറ്റ് അസ് ദിസ് വീക്കെൻഡ്, അവർക്ക് നമ്മളെ ഈ ആഴ്ചയുടെ അവസാനം സന്ദർശിക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആവും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പെർമിഷൻ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്യാൻ കുഡ് യൂസേജാണ്. ഇത് കുറച്ചും കൂടി റിക്വസ്റ്റുകൾ, നേരത്തെ നമ്മൾ അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. കുറച്ചും കൂടി വളരെ വിനീതമായിട്ട് പൊളൈറ്റായിട്ട് ചോദിക്കുകയാണ്, എല്ലാ റെസ്പെക്റ്റോടും കൂടി. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ബോക്സ്, ഈ പെട്ടി ഒന്ന് എടുക്കാൻ അല്ലെങ്കിൽ ഇതൊന്ന് പിടിക്കാൻ, അല്ലെങ്കിൽ ഈ പെട്ടിയായി ബന്ധപ്പെട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? കുഡ് യു പ്ലീസ് പാസ് ദ സാൾട്ട്, ഉപ്പ് ഒന്ന് ഇങ്ങോട്ട് നീക്കി തരുമോ? മിക്കവാറും ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയായിരിക്കും, ഒന്ന് പാസ് ചെയ്ത് തരുമോ? ക്യാൻ ഐ ആസ്ക് യു സംതിങ്, നിങ്ങളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ? കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ, ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബേസിക് മീനിങ് ഉണ്ട് ക്യാനും കുഡിനും. അതായത് ഐ ക്യാൻ ഗോ കാലിക്കറ്റ്, എനിക്ക് കോഴിക്കോട് പോവാൻ സാധിക്കും. ഐ കുഡ് ഗോ കാലിക്കറ്റ്, എനിക്ക് കോഴിക്കോട് പോവാൻ സാധിച്ചു. അത് ബേസിക്കായ മീനിങ് ആണ്. ഇത് മറ്റ് ചില യൂസേജുകളാണ്. ബേസിക് മീനിങ് അതാണ്. കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ, ഒന്നും കൂടി അതൊന്ന് വിശദീകരിക്കാമോ? ക്യാൻ യു ചെക്ക് മൈ ഹോംവർക്ക്, എൻ്റെ ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ? കുഡ് ഐ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? ക്യാൻ യു ടേൺ ഓഫ് ദ ലൈറ്റ്, ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ടേൺ ഓഫ് ദ ഫാൻ. ക്യാനും കുഡും ഒക്കെ ഏറെക്കുറെ മാറി മാറി യൂസ് ചെയ്യാം നമ്മളൊരു പൊളൈറ്റ് റിക്വസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. കുഡ് യു ക്ലോസ് ദ ഡോർ പ്ലീസ്, നിങ്ങൾക്ക് വാതിലൊന്ന് അടയ്ക്കാൻ പറ്റുമോ? ക്യാൻ യു ഷോ മീ ഹൗ ടു യൂസ് ദിസ് ആപ്പ്, ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കുഡ് ഐ ബോറോ യുവർ ചാർജർ, നിങ്ങളുടെ ചാർജർ ഞാനൊന്ന് എടുത്തോട്ടെ. അടുത്ത ഒരു ഏരിയയാണ് ക്യാനെ കുഡ് യൂസ് ചെയ്യുന്നത്. ചില പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ്, നാളെ എങ്ങനെയൊക്കെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം, അവിടെ മഴ പെയ്തേക്കാം, കാലാവസ്ഥ എങ്ങനെ ആവാം, അതിനും ഈ ക്യാനും കുഡും ഒക്കെ യൂസ് ചെയ്യും. അത് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ റെയിൻ എനി ടൈം ടുഡേ, ഇന്ന് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തേക്കാം, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആക്സിഡൻറ്റ്സ് ക്യാൻ ഹാപ്പൻ എനി ടൈം, ഏത് സമയത്തും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആർക്കും അപകടങ്ങൾ സംഭവിക്കാം. വി വുഡ് വിൻ ദ മാച്ച് ഇഫ് വി ട്രൈ ഹാർഡ്, നമ്മൾ നന്നായിട്ട്, വി കുഡ് വിൻ ദ മാച്ച് ഇഫ് വി ട്രൈ ഹാർഡ്, നമ്മൾ നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കളി ജയിക്കാം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കളി ജയിക്കാം. വി കുഡ് വിൻ ദ മാച്ച് ഇഫ് വി ട്രൈ ഹാർഡ്. ഹീ കുഡ് ബി അറ്റ് ഹോം നൗ, അവൻ മിക്കവാറും ഇപ്പം വീട്ടിലുണ്ടാവാനാണ് സാധ്യത. ഹീ കുഡ് ബി അറ്റ് ഹോം നൗ. ഇറ്റ് കുഡ് ടേക്ക് എ ഫ്യൂ ഡേയ്സ് ടു കംപ്ലീറ്റ്, ഇത് പൂർത്തിയാവാൻ കുറച്ച് ദിവസം എടുക്കും. തിങ്സ് ക്യാൻ ചേഞ്ച് ക്വിക്ക്ലി, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിയേക്കാം. ഷീ കുഡ് ബി ദ ബെസ്റ്റ് ഇൻ ഹെർ ക്ലാസ്, അവളുടെ ക്ലാസ്സിൽ മിക്കവാറും ഏറ്റവും ടോപ്പ് അല്ലെ ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ് അവളാവാനാണ് സാധ്യത. ദ റോഡ് ക്യാൻ ഗെറ്റ് സ്ലിപ്പറി വെൻ ഇറ്റ് റെയിൻസ്, മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡിൽ വഴുവഴുക്ക് അല്ലെങ്കിൽ സ്ലിപ്പറി ഉണ്ടാവും. ഇതൊക്കെ ഓരോ പോസിബിലിറ്റീസാണ്. ദേ കുഡ് ബി ലോസ്റ്റ്, ഒരുപക്ഷെ അവർക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ടാവും. പൊതുവെ ഐ ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വഴി തെറ്റിപ്പോയി, ഡിറക്ഷൻ മാറിപ്പോയി, അതിനൊക്കെയാണ് യൂസ് ചെയ്യാറ്. ദിസ് ഐഡിയ ക്യാൻ വർക്ക് ഇഫ് വി ട്രൈ, നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ ഈ ഐഡിയ വർക്കാവും. നെക്സ്റ്റ് ഒരു ഏരിയയാണ് ഓഫേഴ്സ് ആൻഡ് സജഷൻ. ആളുകൾക്ക് നമ്മൾ ഓരോ സംഗതി ഓഫർ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം,
അതുപോലെ തന്നെ ചില നിർദ്ദേശങ്ങൾ, അതങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ, അതിനും ഈ ക്യാൻ കുഡ് യൂസ് ചെയ്യാം. ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് യുവർ സ്റ്റഡീസ്. ഇത് നമ്മുടെ ഒരു ഹെൽപ്പ് അവർക്ക് ഓഫർ ചെയ്യാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. വിത്ത് യുവർ സ്റ്റഡീസ്, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പഠിക്കുന്ന വിഷയത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. വി ക്യാൻ ഗോ ഫോർ എ വാക്ക് ലേറ്റർ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നടക്കാൻ പോവാം. ഇതൊരു സജഷനാണ്. ഇപ്പം നടക്കാൻ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പോകാം. ഐ കുഡ് ഡ്രൈവ് യു ടു ദ എയർപോർട്ട്. ഞാൻ നിങ്ങളെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോവാം. ഐ കുഡ് ഡ്രൈവ് യു ടു ദ എയർപോർട്ട്. വി കുഡ് ട്രൈ എ ഡിഫറെൻറ്റ് മെത്തേഡ്. വി കുഡ് ട്രൈ എ ഡിഫറെൻറ്റ് മെത്തേഡ്. നമുക്കൊരു വ്യത്യസ്തമായ ഒരു ശൈലി പരീക്ഷിച്ച് നോക്കാം. വി കുഡ് ട്രൈ എ ഡിഫറെൻറ്റ് മെത്തേഡ്. യു ക്യാൻ സ്റ്റേ അറ്റ് മൈ പ്ലേസ് ടു നൈറ്റ്. ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ താമസിച്ചോളൂ. ഹീ ക്യാൻ ഗൈഡ് യു ത്രൂ ദ പ്രോസസ്സ്. അദ്ദേഹത്തിന് നിങ്ങളെ ശരിയായ രീതിയിൽ വഴി കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കും. അതിൽ അദ്ദേഹം ഗൈഡ് ചെയ്യും. വി ക്യാൻ ഷെയർ ദ പ്രോജക്റ്റ് വർക്ക്. നമുക്ക് പരസ്പരം പ്രൊജക്റ്റ് വർക്ക് ഷെയർ ചെയ്യാം, പങ്കുവെക്കാം, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഐ ക്യാൻ ലെൻഡ് യു സം മണി. ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം, അല്ലെങ്കിൽ നിനക്ക് കുറച്ച് പൈസ തരാൻ എന്നെക്കൊണ്ട് കഴിയും. സോറി. യു കുഡ് ടോക്ക് ടു യുവർ ടീച്ചർ അബൌട്ട് ഇറ്റ്. നിനക്ക് ഈ വിഷയം നിൻ്റെ ടീച്ചറോട് സംസാരിക്കാം, അതാണ് നല്ലത്. ഷീ ക്യാൻ ഗിവ് യു എ ഗുഡ് റെക്കമെൻഡേഷൻ. അങ്ങനെയാണെങ്കിൽ അവൾക്ക് നിനക്ക് നല്ല ഒരു റെക്കമെൻഡേഷൻ തരാൻ പറ്റും, അല്ലെ നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. എഗെയിൻ അഡ്വൈസ് ആണ് കേട്ടോ. യു ക്യാൻ ട്രൈ ടു സ്ലീപ്പ് ഏർലി. നിനക്ക് നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കാം. യു കുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ് നിനക്ക് നല്ലത്. ദേ കുഡ് ഫോക്കസ് മോർ ഇൻ ക്ലാസ്. അവർക്ക് ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ഇത് നമ്മളൊരു അഡ്വൈസ് ആയിട്ട് പറയുമ്പം ഈ അർത്ഥമാണ് കിട്ടുക. മറ്റൊരു രീതി പറയുമ്പോൾ, നമ്മളൊരു ബേസ് ഫോം പറയുമ്പോൾ ദേ കുഡ് ഫോക്കസ്, അവർക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു, മോർ ഇൻ ക്ലാസ്സിൽ. നമ്മൾ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാവണം, ഒരു അഡ്വൈസ് ആണോ സജഷൻ ആണോ ഏതാണെന്നുള്ളത്. ഹീ ക്യാൻ വർക്ക് ഓൺ ഇംപ്രൂവിങ് ഹിസ് സ്കിൽസ്. അദ്ദേഹത്തിൻ്റെ വൈപുണ്യങ്ങൾ അല്ലെങ്കിൽ സ്കിൽസ് അതൊക്കെ വികസിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എൻഗേജ് ആവാം, അല്ലെങ്കിൽ വികസിപ്പിക്കാം. വി കുഡ് പ്രാക്ടീസ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. യു ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ് ഇഫ് നീഡഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഷീ കുഡ് സ്റ്റാർട്ട് എക്സസൈസിങ് റെഗുലർലി. അവൾക്ക് കൃത്യമായിട്ട് റെഗുലറായിട്ട് എക്സസൈസൊക്കെ തുടങ്ങാവുന്നതാണ്. യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ടു റിമെമ്പർ. നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി അത് എഴുതി വെക്കാവുന്നതാണ്. ഹീ കുഡ് അവോയ്ഡ് ജങ്ക് ഫുഡ്. അദ്ദേഹത്തിന് ജങ്ക് ഫുഡ്, നമ്മൾ പുറമെ നിന്നൊക്കെ കഴിക്കുന്ന ഫുഡിനാണ് പൊതുവെ ജങ്ക് ഫുഡ് എന്ന് പറയാറ്. എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഫാസ്റ്റ് ഫുഡൊക്കെ ആയിട്ടായിരിക്കും. അപ്പം അതൊക്കെ ഒഴിവാക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. ഞാൻ വീണ്ടും പറയാം, നേരത്തെ പറഞ്ഞ നമ്മളൊരു ബേസ് ഫോം അനുസരിച്ച് ഹീ കുഡ് പ്ലസ് V1. ഹീ ക്യാൻ അവോയ്ഡ് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അവൻ ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ കഴിയും. ഹീ കുഡ് അവോയ്ഡ്, അവൻ ഒഴിവാക്കാൻ സാധിച്ചു എന്നതാണ് ബേസ് ഫോം കിട്ടുന്ന മീനിങ്. പക്ഷേ ഇവിടെ കോണ്ടെക്സ്റ്റ് അങ്ങനെയല്ല. ഹീ കുഡ് അവോയ്ഡ് ജങ്ക് ഫുഡ് ഇവിടെ ഒരു സജഷൻ മാതിരി, അഡ്വൈസ് മാതിരിയാണ്. അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുന്നതാണ് അവന് നല്ലത്. ദേ ക്യാൻ ട്രൈ എ ഡിഫറെൻറ്റ് അപ്രോച്ച്. അവർക്ക് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കാവുന്നതാണ്. ഇനി ഹൈപ്പോത്തറ്റിക്കലായിട്ട് പാസ്റ്റ് പോസിബിലിറ്റീസ്, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു.
പാസ്റ്റ് പോസിബിലിറ്റീസ് പറയാൻ ഉപയോഗിക്കാറുണ്ട്. ഐ കുഡ് ഹാവ് വോൺ ദ റേസ് ഇഫ് ഐ റാൻ ഫാസ്റ്റർ. വളരെ വേഗത്തിൽ ഞാൻ ഓടിയിരുന്നെങ്കിൽ എനിക്ക് മത്സരം ജയിക്കാമായിരുന്നു. ഷീ കുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ. അവൾക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു. പഠിച്ചിട്ടൊന്നുമില്ല. കഴിഞ്ഞു പോയൊരു സംഗതിയിലുള്ള ഒരു പോസിബിലിറ്റി പറയാണ്. ദേ കുഡ് ഹാവ് ഹെൽപ്ഡ് അസ്. അവർക്ക് നമ്മളെ സഹായിക്കാമായിരുന്നു. കുഡ് പിന്നെ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ഫോം. വി കുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് ഏർലിയർ. നമുക്കിത് നേരത്തെ തീർക്കാമായിരുന്നു. ഇനിയിപ്പോൾ തീർക്കാൻ കഴിയില്ല, അത് കഴിഞ്ഞു പോയൊരു സംഭവമാണ്. ഹീ കുഡ് ഹാവ് ബീൻ മോർ പൊളൈറ്റ്. അദ്ദേഹത്തിന് കുറച്ചും കൂടിയൊക്കെ ഒരു മാന്യമായി മൃദുലമായിട്ടൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യായിരുന്നു. ഐ കുഡ് ഹാവ് കോൾഡ് യു. എനിക്ക് നിങ്ങളെ വിളിക്കാമായിരുന്നു. യു കുഡ് ഹാവ് ടോൾഡ് മീ ദ ട്രൂത്ത്. സത്യം നിനക്ക് എന്നോട് പറയാമായിരുന്നു. ഹീ കുഡ് ഹാവ് ടേക്കൺ ദ ബസ്. അദ്ദേഹത്തിന് ബസ്സിൽ യാത്ര ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ബസ് എടുക്കാമായിരുന്നു. ഷീ കുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ. അവൾക്ക് ഒരു ഡോക്ടർ ആവാമായിരുന്നു. വി കുഡ് ഹാവ് മെയ്ഡ് എ ബെറ്റർ പ്ലാൻ. വി കുഡ് ഹാവ് മെയ്ഡ് എ ബെറ്റർ പ്ലാൻ. കുറച്ചും കൂടി നല്ലൊരു പ്ലാനൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാമായിരുന്നു. ഇതൊക്കെ പാസ്റ്റ് പോസിബിലിറ്റീസ് ആണ്. നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡൗട്ട്സ് ആൻഡ് അസംഷൻ. ചില സംശയങ്ങൾ, ഓണത്തിൻ്റെ ചില അനുമാനങ്ങൾ നമുക്ക് ഉറപ്പില്ല, നമ്മൾ അസ്യൂം ചെയ്യാണ്. ഷീ കുഡ് ബി ലൈങ്. ഹീ കുഡ് ബി ലൈങ്. ഒരു പക്ഷേ അവൻ കളവ് പറയായിരിക്കും. ദേ കാൺ ബി സീരിയസ്. അവർ അത്ര സീരിയസ് ആവൂല. ഇറ്റ് കുഡ് ബി എ മിസ്റ്റേക്ക്. അതൊരു അബദ്ധം പറ്റിയതാവാം. യു കാൺ ബി ഷുവർ. നിങ്ങൾക്ക് അതങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റൂല. ഷീ കുഡ് ബി പ്രിറ്റൻഡിങ്. പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നതിനാണ് പറയാം. പ്രിറ്റൻഷൻ, ആക്ട് ചെയ്യുക. സിനിമയിൽ അഭിനയിക്കുകയല്ല, അല്ലാതെ നമ്മളൊരു സംഗതി പിന്നെ കൃത്രിമമായിട്ട് കൊണ്ടുവരിക. സ്നേഹം അഭിനയിക്കുക, സന്തോഷം അഭിനയിക്കുക. ഷീ കുഡ് ബി പ്രിറ്റൻഡിങ്. അവൾ ഒരു പക്ഷേ അഭിനയിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഹിപ്പോക്രാറ്റിക് ആയിരിക്കും. ആളുകളെ ഉള്ളിൽ വേറൊന്നും പുറമെ വേറൊന്നും ആയിരിക്കും. ഇറ്റ് കാൺ ബി ദാറ്റ് ഡിഫിക്കൽട്ട്. അത് അത്രത്തോളം പ്രയാസകരമാവാനൊന്നും സാധ്യതയില്ല. ഹീ കുഡ് ബി ഹൈഡിങ് സംതിങ്. എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ഒളിച്ചു വെക്കുന്നുണ്ടാവും, മറച്ചു വെക്കുന്നുണ്ടാവും. ദേ ക്യാൻ ബി എനിവർ. അവർ എവിടെ വേണമെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യു കുഡ് ബി റോങ്. ഒരു പക്ഷേ താങ്കൾക്ക് തെറ്റിയതാവാം. ഷീ കാൺ ബി ഓൾഡർ ദാൻ 20. കൂടിപ്പോയാൽ ഒരു 20 വയസ്സ്, അതിൽ കൂടാൻ സാധ്യതയില്ല അവർക്ക്. നെക്സ്റ്റ് ഒരു ഏരിയ ക്യാൻ കുഡൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫാക്ട്സ്. ചില പൊതു പ്രാപഞ്ചിക സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, അല്ലെങ്കിൽ ചില റിയാലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, വാട്ടർ ക്യാൻ ബോയിൽ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി താപനിലയിൽ ജലത്തിന് തിളയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസ് ക്യാൻ മെൽറ്റ് ക്വിക്ക്ലി ഇൻ ദ സൺ. വെയിലത്ത് വെച്ചാൽ ഐസ് പെട്ടെന്ന് ഉരുകിപ്പോകും. ലയൺസ് ക്യാൻ റൺ വെരി ഫാസ്റ്റ്. സിംഹങ്ങൾക്ക് വളരെ വേഗത്തിൽ ഓടാൻ സാധിക്കും. ഫയർ ക്യാൻ ബി ഡേഞ്ചറസ്. തീ വളരെ അപകടകരമായൊരു സംഗതിയാണ്. ഷുഗർ ക്യാൻ കോസ് ടൂത്ത് ഡീക്കേ. പഞ്ചസാര പല്ല് കേടുവരാൻ കാരണമാവും. ഇതൊക്കെ ചില ഫാക്റ്റുകളാണ്, ചില നാച്ചുറൽ ട്രൂത്ത്, അല്ലെങ്കിൽ ചില റിയാലിറ്റീസ്, അതിനാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റിംഗ് ക്യാൻ സ്ട്രൈക്ക് ട്രീസ്. ഇടിമിന്നലിന് മരത്തിനൊക്കെ പരിക്ക് പറ്റിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ നശിപ്പിക്കും. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ സ്റ്റോർ എ ലോട്ട് ഓഫ് ഡാറ്റ. കമ്പ്യൂട്ടറിന് ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ സാധിക്കും. ദ വിൻഡ് ക്യാൻ ബ്ലോ വെരി സ്ട്രോങ്ലി. കാറ്റ്
വളരെ ശക്തിയായിട്ട് തന്നെ അടിക്കും, അല്ലെങ്കിൽ കാറ്റിന് നല്ല ശക്തിയായി ഘോരമായ രീതിയിൽ അടിച്ചു വീശാനുള്ള കഴിവുണ്ട്. ഫോൺസ് ക്യാൻ ബി ഹാക്കഡ്. ഫോൺ ഒരു പക്ഷേ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. ക്യാൻ ബി എന്നത് ഒരു യൂസേജാണ്. അപ്പം ക്യാൻ ബി പ്ലസ് V3. ക്യാനിൻ്റെ കൂടെ എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ക്യാൻ ആയാലും കുഡ് ആയാലും അതിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വരിക. അതിൻ്റെ ഇടയിൽ ബി കയറി വന്നാൽ V3 ഉപയോഗിക്കണം. ഇറ്റ് ക്യാൻ ബി, അതങ്ങനെ ആവാം. ഇറ്റ് ക്യാൻ ബി സെഡ്, നമുക്കതിനെക്കുറിച്ച് അങ്ങനെ പറയാം. ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ്, ഇതിങ്ങനെ മനസ്സിലാക്കപ്പെടാം. അപ്പോൾ ഫോൺസ് ക്യാൻ ബി ഹാക്ക്ഡ്. ഫോൺ ഹാക്ക് ചെയ്യപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടും. പ്ലെയിൻസ് ക്യാൻ ഫ്ലൈ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ്. നല്ല ഉയർന്ന ഹൈറ്റിൽ വിമാനങ്ങൾക്ക് പറക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻസ്. നമ്മളുടെ ഓരോരുത്തരെ നമ്മുടെ ഇമോഷൻസ്, നമുക്ക് തോന്നുന്ന സംഗതി, നമ്മുടെ അഭിപ്രായങ്ങൾ, അതിനൊക്കെ ക്യാനും കുഡൊക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ക്യാൻ ഫീൽ സംതിങ് ഇസ് റോങ്. എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ സംതിങ് ഈസ് റോങ്. ഷീ ക്യാൻ ബി വെരി കൈൻഡ്. അവൾ വളരെ ദയാലുവാണ്, അല്ലെങ്കിൽ നല്ല ദയയുള്ള, നല്ല സ്വഭാവത്തിനുടമയായിരിക്കും. അങ്ങനെയാണ് സാധ്യത. ഹീ ക്യാൻ ആക്ട് റൂഡ് സംടൈംസ്. ചില സമയത്ത് അവൻ്റെ പെരുമാറ്റങ്ങളൊക്കെ വളരെ പരുഷമാവാറുണ്ട്. ദിസ് മൂവി ക്യാൻ ബി ബോറിങ്. ഈ സിനിമ മിക്കവാറും അതൊരു ബോറിങ്, വിരസമാവാനാണ് സാധ്യത. ദാറ്റ് സോങ് ക്യാൻ മേക്ക് മീ ക്രൈ. ആ പാട്ട് കേട്ടാൽ മിക്കവാറും ഞാൻ കരയാറുണ്ട്, എന്നെ കരയിപ്പിക്കാൻ ആ പാട്ടിന് കഴിയും. ഹീ കുഡ് ബി നൈസർ ടു ഹിസ് ഫ്രണ്ട്. അവൻ്റെ സുഹൃത്തുക്കളോടൊക്കെ വളരെ നല്ല രീതിയിലാണ് ഇടപഴകാറ്. ഐ കാൺട്ട് ടെൽ യു യു ആർ അപ്സെറ്റ്. നിങ്ങളാകെ കിളി പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആകെ ഒരു ശോഭിച്ചിരിക്കുകയാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. ഇറ്റ് കുഡ് ബി ഫൺ ടു ട്രൈ. അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ പരിശ്രമിക്കുക, അങ്ങനെ ചെയ്യുന്നത് ഒരു തമാശയായിരിക്കും. യു ക്യാൻ ട്രസ്റ്റ് മീ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. വി ക്യാൻ ഡു ഇറ്റ് ടുഗെദർ. നമുക്ക് ഇത് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്യാനിൻ്റെ കുഡിൻ്റെ വ്യത്യസ്തങ്ങളായ ചില യൂസേജുകളാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും ബേസ് യൂസേജ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ക്യാൻ പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം, കുഡ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ക്യാൻ പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും. ഐ ക്യാൻ പ്ലേ, എനിക്ക് കളിക്കാൻ കഴിയും. ഐ ക്യാൻ റീഡ്, എനിക്ക് വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഐ കുഡ് റീഡ്, എനിക്ക് വായിക്കാൻ സാധിച്ചു. ഐ കുഡ് പ്ലേ, എനിക്ക് കളിക്കാൻ സാധിച്ചു. ദ പോലീസ് കുഡ് അറസ്റ്റ് ദ തീഫ്, പോലീസിന് കള്ളനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ബേസ് ലെവൽ മീനിങ്. പിന്നെ നമുക്ക് റിക്വസ്റ്റ്, അഡ്വൈസ്, നമ്മുടെ ഫീലിങ്സ്, പെർമിഷൻ, പല രീതിയിലൊക്കെ അത് യൂസ് ചെയ്യലുണ്ട്. ബേസ് ഫോം പ്രത്യേകം മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.